പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇൻട്രയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ലോക ചരിത്രത്തില് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ അല്ലെ? പ്രധാനമായും നമുക്ക് പറയാം ജ്ഞാനോദയ ചിന്തകളാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കാൻ കാരണമായത്. അതിലുപരി അക്കാലയളവിൽ തന്നെ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുള്ള പ്രചോദനമുണ്ട്. അതോടൊപ്പം സാമ്പത്തിക മാന്ദ്യവും. സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ എന്തിലേക്ക് നയിക്കുക? വിപ്ലവത്തിലേക്ക് നയിക്കുക. തുടർന്ന് അവര് എന്ത് ചെയ്യുന്നു? എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നു. വീണ്ടും ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് അംഗീകരിക്കാത്ത ജനത എന്ത് ചെയ്യുന്നു? എസ്റ്റേറ്റ് ജനറൽ ബഹിഷ്കരിച്ചുകൊണ്ട് തങ്ങളാണ് യഥാർത്ഥ നിയമനിർമ്മാണ സമിതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് സമ്മേളനം എന്നറിയപ്പെടുക. ഇതേ തുടർന്ന് സാധാരണക്കാരായ ജനങ്ങളെ പ്രഭുക്കന്മാരും രാജകുടുംബാംഗങ്ങളും വേട്ടയാടുകയാണ്. കുറേയധികം പേരെ കൊന്നുകളഞ്ഞു ഗില്ലറ്റിൻ എന്ന നിർമ്മിതി ഉപയോഗിച്ചു. മറ്റു പലരെയും ജയിലിലാക്കി. ഇത് കണ്ട സാധാരണക്കാരായ ജനങ്ങള് തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു? കുറ്റവാളികളെ പാർപ്പിക്കുന്നത് പോലെ മൃഗീയമായി ജയിലിലിട്ട വിപ്ലവകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാസ്റ്റിൽ ജയിൽ ആക്രമിച്ചു. ആ ബാസ്റ്റിൽ ജയിൽ ആക്രമിച്ചു തകർക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1789 ജൂലൈ മാസം 14 തീയതി. അന്ന് മുതൽ യഥാർത്ഥത്തിൽ വിപ്ലവം ആരംഭിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കുക അല്ലെ? അതുകൊണ്ട് തന്നെ ഇന്നും ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ദേശീയ ദിനമായി കണക്കാക്കുന്ന ജൂലൈ 14 ആണ്. അതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫ്രാൻസ് എന്ന രാജ്യം മൊത്തം സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്നാണ്. എല്ലായിടത്തും ദാരിദ്ര്യം. കർഷകരാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളാണെങ്കിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങി തിരിച്ചു. രാജകുടുംബാംഗങ്ങൾക്ക് അവർ നികുതി കൊടുക്കുന്നില്ല. അപ്പോ അവിടെ മൊത്തത്തില് റവന്യൂ വരുമാനം മൊത്തത്തിൽ നിലയ്ക്കുകയാണ്. റവന്യൂ വരുമാനം പൂർണ്ണമായി നിലച്ചപ്പോൾ സ്വാഭാവികമായിട്ടും രാജകുടുംബാംഗങ്ങളും പ്രഭുക്കന്മാരും പട്ടിണിയിലാകേണ്ടതായിരുന്നു. പക്ഷേ അയൽ രാജ്യങ്ങൾ രാജകുടുംബാംഗങ്ങളെയും പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും സംരക്ഷിച്ചു. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് വീണ്ടും ആ ഒരു പ്രക്ഷോഭം, ആഭ്യന്തര കലാപം അവിടെ തുടരുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച്. നമുക്ക് ആരംഭിക്കാം. 1789 ജൂലൈ 14 തീയതിയില് ബാസ്റ്റൽ ജയിൽ തകർത്തുകൊണ്ട് വിപ്ലവകാരികൾ തങ്ങളാണ് യഥാർത്ഥ അധികാരികളെന്ന് പ്രഖ്യാപിക്കുകയും പുതിയ ഭരണഘടന നിർമ്മിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ആ പുതിയ ഭരണഘടനയുടെ ആദ്യഘട്ടമെന്ന രീതിയിലാണ് ജനങ്ങൾ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുക. 1789 ഓഗസ്റ്റ് 12 തീയതി ദേശീയ അസംബ്ലി ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ ഭരണഘടനയുടെ ആദ്യപടി പാസാക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോയുടെ ആശയങ്ങളാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ തേർഡ് എസ്റ്റേറ്റ് ഉൾക്കൊള്ളിക്കുക. ആകെ 17 വകുപ്പുകളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അത് ഓർമ്മിച്ചേക്കണം കേട്ടോ. ആകെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? 17 വകുപ്പുകൾ. അതിനകത്തെ ആശയങ്ങളെല്ലാം എന്തായിരുന്നു? റൂസോയുടെ ആശയങ്ങൾ തന്നെ. ആ ആശയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് കാണാതെ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം. അല്ലാതെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഫ്രാൻസിലെ ബോർബോൺ രാജവംശം അതാണ് ചെയ്തിരുന്നത് അല്ലെ? രാജാധികാരം ദൈവം തന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഭരിക്കാൻ. എനിക്ക് എന്തും ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാവരുത്. മറ്റുള്ളവരുടെ വ്യക്തിത്വങ്ങളെ ഹനിക്കുന്നതാവരുത്. മറ്റുള്ളവരുടെ ജീവനെ ഹനിക്കുന്നതാകരുത്. അത് റൂസോയുടെ ചിന്തയാണ്. അത് മനുഷ്യാവകാശ പ്രഖ്യാപനം ഉൾപ്പെടുത്തി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞേ? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? നിയമത്തിനുള്ളൂ.
അല്ലാതെ സമൂഹത്തെ ദ്രോഹിക്കുവാനോ സമൂഹത്തെ അടിച്ചമർത്തുവാനോ നിയമം ഉപയോഗിക്കാൻ പാടില്ലെന്നർത്ഥം. അപ്പൊ എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിലാണ് കുടികൊള്ളുക. അല്ലാതെ ഭരിക്കുന്ന ഉദ്യോഗസ്ഥരിലോ അല്ലെങ്കിൽ ഭരിക്കുന്ന വ്യക്തികളിലോ അല്ല. സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? നിയമത്തിനുള്ളൂ. അല്ലാതെ സമൂഹത്തെ ദ്രോഹിക്കുന്ന നിലപാടുകൾ നിയമത്തിലൂടെ നടപ്പിലാക്കാൻ പാടില്ല. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരിക്കണം. അല്ലാതെ കേവലം ഒരു സംഘടന എന്ന പേരിൽ രൂപീകരിക്കുകയും ആ സംഘടനയിലൂടെ വ്യക്തിപ്രഭാവങ്ങൾക്ക് വഴിയൊരുക്കുകയും വ്യക്തികളുടെ ഏതെങ്കിലും പ്രത്യേക അവകാശങ്ങൾ നേടുകയും ചെയ്യുക അല്ല. സമൂഹത്തിന്റെ അവകാശം സംരക്ഷിക്കുന്നതാകണം. നിർബന്ധമായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാകണം. ഇതാണ് പ്രധാനമായിട്ടും ഫ്രാൻസില് തേർഡ് എസ്റ്റേറ്റ് അഥവാ വിപ്ലവകാരികൾ പാസാക്കിയ എന്തിൽ പറയുന്നത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുക. ഇത് തന്നെയായിരുന്നു അടിസ്ഥാന ഭരണഘടനയായി സ്വീകരിച്ചത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. SCERT പുസ്തകത്തിലെ ഡേറ്റ് ആണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 12-ാം തീയതി. മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഡേറ്റ് വ്യത്യാസമുണ്ട്. ചില പുസ്തകങ്ങൾ ഓഗസ്റ്റ് 18 എന്ന് കാണാറുണ്ട്. ചിലത് ഓഗസ്റ്റ് 24 എന്ന് കാണാറുണ്ട്. SCERT, NCERT പുസ്തകങ്ങളിൽ ഓഗസ്റ്റ് 12 ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ ആധികാരിക രേഖയായി കണക്കാക്കാം. അപ്പോ ഫ്രാൻസില് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് കൃത്യമായി ഡേറ്റ് പഠിച്ചു വെക്കുക. 1789 ഓഗസ്റ്റ് മാത്രം 12-ാം തീയതി ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. റൂസോയുടെ ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. ആകെ എത്ര വകുപ്പുകൾ? 17 വകുപ്പുകൾ. ഇത് ഇത്രയും കൃത്യമായി പഠിക്കണം. ബാക്കിയുള്ളത് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, കാണാതെ പഠിക്കല്ലേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ചിലപ്പോൾ PSC ചോദിക്കും, ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്? എന്തൊക്കെ? ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, കാണാതെ പഠിക്കരുതേ. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കുവാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഓക്കെ അല്ലെ? അങ്ങനെ മനുഷ്യാവകാശങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ദേശീയ അസംബ്ലിയായ തേർഡ് എസ്റ്റേറ്റ് അംഗീകരിച്ചു. തുടർന്ന് വീണ്ടും ചില പരിഷ്കാരങ്ങൾ അവർ കൊണ്ടുവരികയാണ്. എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് നമ്മുടെ ദേശീയ അസംബ്ലിയായ തേർഡ് എസ്റ്റേറ്റ്, കാരണം ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ച ആരാ? 3-ാം എസ്റ്റേറ്റ് ആണ്, സാധാരണക്കാരെ ജനങ്ങളാണ് അല്ലെ. ആ തേർഡ് എസ്റ്റേറ്റ് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? പരിശോധിക്കാം. ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ ഏകരൂപമായ ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞാല് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യാധിപത്യക്ക് ഉള്ളിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും, അത് പുരോഹിതനായിക്കോട്ടെ, രാജകുടുംബാംഗമായിക്കോട്ടെ, പ്രഭുക്കളായിക്കോട്ടെ, പ്രഭുകുടുംബാംഗമായിക്കോട്ടെ, സാധാരണക്കാരായ കർഷകരായിക്കോട്ടെ, മറ്റ് തൊഴിൽ ചെയ്യുന്ന സാധാരണ ജനങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും തുല്യമായ ഭരണവ്യവസ്ഥ. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ വിധേയമായ രാജവാഴ്ച, സ്വതന്ത്ര രാജവാഴ്ചയല്ല, പുരോഹിതരുടെ നിയന്ത്രണത്തിലുള്ള ഭരണഘടനാപരമായ ഭരണമല്ല, മറിച്ച് ഭരണഘടനയുടെ നിയന്ത്രണങ്ങളിലൂടെയുള്ള രാജവാഴ്ച. ഇത് തന്നെയല്ലേ ബ്രിട്ടനിൽ കൊണ്ടുവരിക? രാജാവിന് സ്വതന്ത്ര അധികാരങ്ങൾ നിരോധിക്കപ്പെടുന്നു. രാജാവിന്റെ അധികാരങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ രാജാവിന് ഏകാധിപത്യ ഭരണത്തിലേക്ക് ചുവടുവെക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? അപ്പൊ ഭരണഘടനാ വിധേയമായ രാജവാഴ്ച കൊണ്ടുവരുന്നു. ക്രൈസ്തവ സഭ രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലായി, അല്ലെ? അതുവരെയുള്ള കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചിരുന്നേ? ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർ രാഷ്ട്രത്തിന്റെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നു. ഈ ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി നേരെ തിരിച്ചായിട്ട് മാറി, അല്ലെ? ക്രൈസ്തവ സഭ രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലായി മാറി. 1-ാം എസ്റ്റേറ്റ് ആണ് പുരോഹിതന്മാരെന്ന് പറയുക. ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ധാരാളമായി സ്വത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അല്ലെ? സഭയുടെ സ്വത്ത് അഥവാ പുരോഹിതന്മാരുടെ സ്വത്ത് ഈ രാജ്യത്തിൻ്റെതാക്കി മാറ്റി ദേശസൽക്കരിച്ചു, പൊതുമുതലായി പ്രഖ്യാപിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി. ഭൂമി സ്വന്തമാക്കുവാനും ആ ഭൂമിയിൽ ഏതൊരു വ്യക്തിയിൽ നിന്നും ഏതൊരു തലത്തിലുള്ള നികുതി പിരിക്കാവുന്ന അധികാരം
നിർത്തലാക്കി, അഥവാ ഫ്യൂഡൽ വ്യവസ്ഥിതി നിർമ്മാർജ്ജനം ചെയ്തു. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് ഈ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഫ്യൂഡൽ സമ്പ്രദായം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടപ്പോൾ ഫ്രാൻസിനെ പിന്തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഫ്യൂഡലിസം അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് മെറ്റർനിക്ക് പറയുക. അല്ല, നമ്മൾ ആൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ എന്തൊക്കെ? ഏകരൂപമായ ഭരണവ്യവസ്ഥ, ഭരണഘടനാ വിധേയമായ രാജവാഴ്ച എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ നിയന്ത്രണത്തിലുള്ള രാജഭരണം, ക്രൈസ്തവ സഭ രാഷ്ട്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ, സഭയ്ക്ക് സ്വമേധയാ തീരുമാനമെടുക്കാൻ പറ്റില്ല, പുരോഹിതന്മാർക്ക് അനിയന്ത്രിതമായി ജനങ്ങളുടെ മേലോ ഭരണത്തിന്റെ മേലോ അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല, സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു, എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി, പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി, ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തു. സെറ്റാണേ. 1789 ഒക്ടോബർ മാസമായപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജൂലൈ 14 ബാസിൽ ജയിൽ തകർത്തെങ്കിലും അവിടെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ കൊണ്ടുവന്നു ഓഗസ്റ്റ് മാസം, അല്ലേ? ഒരുപാട് ഭരണപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ സാമ്പത്തിക അരാജകത്വം നിലനിൽക്കുകയാണ്. സാധാരണക്കാര ജനങ്ങൾ പട്ടിണി അങ്ങേയറ്റമായി. അങ്ങനെ 1789 ഒക്ടോബർ മാസം പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. കാരണം ആ ഓരോ കുടുംബത്തിലെയും പുരുഷന്മാര് ഒന്നെങ്കിൽ പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകും. മക്കള് കരയുന്നത് ആരുടെ മുമ്പിലാ? അമ്മയുടെ മുമ്പിലാ. മക്കൾക്ക് ഒരു തരി ഭക്ഷണം പോലും കഴിയാതിരുന്ന മാതാപിതാക്കള്, പ്രത്യേകിച്ച് അമ്മമാര്, അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. രാജാവിന്റെ അനുകമ്പയ്ക്കായിട്ട് പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ എന്ത് ചെയ്തു? ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യങ്ങളുമായിട്ട് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. ഒന്ന് ചിന്തിച്ചേ, ദാരുണമായ ഒരു സംഭവം. ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി എത്തിയപ്പോൾ റൊട്ടി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുക. കാരണം യൂറോപ്പിനെ സംബന്ധിച്ച് പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് റൊട്ടിയായിരുന്നു, ഗോതമ്പ് മാവിൽ ഉണ്ടാക്കുന്ന റൊട്ടി. പക്ഷെ എന്ത് ചെയ്യാം, അപ്പോഴത്തെ ഭരണാധികാരിയായിരുന്ന ലൂയി 16 ഭാര്യ മേരി അന്റോണിയേറ്റ് പറഞ്ഞു, റൊട്ടി ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് കേക്ക് കഴിച്ചുകൂടെ? കേക്ക് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, റൊട്ടിയെക്കാളും വിലയേറിയ സാധനമാണ് കേക്ക്. റൊട്ടി പോലും ഇല്ലാത്തത് കൊണ്ടാണ് റൊട്ടി വേണമെന്ന് പറയുക. അതെന്താ, കേക്ക് കഴിച്ചുകൂടെ എന്നായി. വില കൂടിയ സാധനം എന്താ കഴിച്ചുകൂടെ എന്നാ പരിഹസിച്ചതല്ലേ? ആ പരിഹാസം കേട്ട അത്രയധികം ദാരിദ്ര്യത്തിലായിരുന്ന ആ ജനത എന്ത് ചെയ്യും? അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവരെ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. അതിശക്തമായിട്ട് രംഗത്ത് വരുന്നു. ആദ്യം അവര് സാധാരണക്കാരെ ജനങ്ങൾ, തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾ എന്ത് ചെയ്തു? അവരെ ആക്രമിക്കുന്നവരെ മാത്രമേ തിരിച്ചാക്രമിച്ചുള്ളൂ. അവരെ ആക്രമിക്കുന്ന സൈന്യത്തെയോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെയോ മാത്രമേ അവർ തിരിച്ചാക്രമിച്ചുള്ളൂ. സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമേ അക്രമം നടത്തിയുള്ളൂ. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങള് ക്ഷുഭിതരായിട്ട് മാറി. അവരുടെ വിഷമ പ്രതിസന്ധി കാരണം അവരുടെ നിസ്സഹാവസ്ഥയിൽ നിന്ന് അവര് അതിശക്തമായ പ്രകമ്പനമാണ് അല്ലെങ്കിൽ വിപ്ലവമാണ് അഴിച്ചുവിട്ടതെന്ന് പറയാം. തുടർന്ന് അവരെ കണ്ണിൽ കണ്ട എല്ലാ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും രാജകുടുംബാംഗങ്ങളെയും കൊല്ലാനായിട്ട് തുടങ്ങി. ഇതേ കാലഘട്ടത്തിൽ തന്നെ രാജവാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ഭരണം ആരംഭിക്കണം എന്ന ആവശ്യവുമായി നിലകൊണ്ട ഒരു സംഘടന ഉണ്ടായിരുന്നു. ബുദ്ധിജീവികളുടെ സംഘടന എന്നൊക്കെയാണ് അതിനെ വിളിക്കുക. അതായത് വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഈ ജാക്കോബിൻ ക്ലബ് എന്ന് പറയുക. ആ ജാക്കോബിൻ ക്ലബ്ബ് സ്ഥാപിച്ചത് റോബസ്പിയർ ആയിരുന്നു. അല്ലെങ്കിൽ ജാക്കോബിൻ ക്ലബിന്റെ നേതാവ് റോബസ്പിയർ ആയിരുന്നു. അപ്പൊ സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, വിദ്യാസമ്പന്നരായ അംഗങ്ങൾ ഉൾപ്പെടുന്ന ജാക്കോബിയൻ ക്ലബ്ബും എന്ത് ചെയ്തു? റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ടു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ സാമ്പത്തിക അരാജകത്വം മാറി, പട്ടിണി മാറി, ദാരിദ്ര്യം മാറിയാൽ മതി. ഇവിടെ അധികാരം ഏറ്റെടുക്കണം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ അധികാരം വേണമെന്ന കാഴ്ചപ്പാടിലാണ് ആര് നിലകൊള്ളുന്നത്? ജാക്കോബിൻ ക്ലബ്ബും അതിന്റെ നേതാവായ റോബസ്പിയർ നിലകൊള്ളുക. ഓക്കെ അല്ലേ? 1792 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഈ ജനങ്ങള്, ക്ഷുഭിതരായ ജനങ്ങള് എന്ത് ചെയ്തു? അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം വിപ്ലവ വിരുദ്ധരെയും പ്രഭുക്കന്മാരെയും കൂട്ടത്തോട് കൊന്നൊടുക്കി. ഇതിനെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് വിളിക്കുക.
സെപ്റ്റംബർ 5-നാണ് ആരംഭിക്കുക. സെപ്റ്റംബർ 5 തീർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. സെപ്റ്റംബർ 5-ന് ആരംഭിച്ച ഈ കൂട്ടക്കൊല കുറേ ദിവസം നീണ്ടു നിന്നു. നമ്മൾ ആരംഭിച്ച ദിവസം അവിടെ മെൻഷൻ ചെയ്തെന്ന് മാത്രം. അപ്പൊ 1792 സെപ്റ്റംബർ 5-ാം തീയതി വിപ്ലവ വിരുദ്ധരെയും പ്രഭുക്കന്മാരെയും കൊന്നൊടുക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ പുരോഹിത പ്രമുഖന്മാർ വരില്ലേ? വരും. രാജകുടുംബാംഗങ്ങൾ വരില്ലേ? വരും. ഇതിനെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് വിളിക്കുക. അപ്പൊ സെപ്റ്റംബർ കൂട്ടക്കൊല കഴിഞ്ഞപ്പോ വിപ്ലവകാരികൾ എതിർക്കാൻ വേറെ ആരുമില്ലല്ലോ. മധ്യവർഗത്തിന്റെ ഭാഗത്തുനിന്ന് രൂപം കൊണ്ട ജാക്കോബിൻ ക്ലബ്ബ് എന്ത് ചെയ്തു? അധികാരം ഏറ്റെടുത്തു. 1792-ൽ പുതിയ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പൊ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ് 1792. 1793 ജനുവരി മാസം 21-ാം തീയതി ലൂയി 16-നും അദ്ദേഹത്തിന്റെ ഭാര്യ അന്റോണിയറ്റിനെയും വിപ്ലവകാരികൾ എന്ത് ചെയ്തു? വിപ്ലവകാരികളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗില്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ കൊന്നുകളഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ പറയും ലൂയി 16-ന്റെ കുടുംബത്തെ ഗില്ലറ്റിന് വിധേയമാക്കി എന്നാണ് 1793 ജനുവരി മാസം 21-ാം തീയതി. അപ്പോഴും അധികാരത്തിലുണ്ടായിരുന്ന റോബസ്പിയർ ആണ് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ 1792 സെപ്റ്റംബർ മാസം 5-ാം തീയതി മുതൽ വിപ്ലവ വിരുദ്ധരെയും പ്രഭുക്കന്മാരെയും വിപ്ലവകാരികൾ കൊന്നൊടുക്കി. ഇതാണ് പ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല. അതോടുകൂടി വിപ്ലവ വിരുദ്ധരായ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും രാജകുടുംബാംഗങ്ങളും എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറേയധികം പേര് എന്ത് ചെയ്തു? അവിടെ നിന്ന് പലായനം ചെയ്തു. ആ പലായനം ചെയ്തവരിൽ ലൂയി 16-നും ഭാര്യയും കുടുംബവും ഒക്കെ ഉൾപ്പെടും. കുറേയധികം പേര് കൊല ചെയ്യപ്പെട്ടു. ഇനി ജീവനോടുള്ളവരാവട്ടെ വിപ്ലവകാരികളെ എതിർക്കാനും പോയില്ല. കാരണം ജീവനേക്കാൾ വലുതൊന്നും അല്ലല്ലോ. തുടർന്ന് 1792 ഈ സെപ്റ്റംബർ കൂട്ടക്കൊലയ്ക്ക് ശേഷം പുതിയ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയാണ്. 1793 ജനുവരി മാസം 21-ാം തീയതി എന്ത് ചെയ്തു? ലൂയി 16-നെയും ഭാര്യയെയും എന്ത് ചെയ്തു? ഗില്ലറ്റ് ഉപയോഗിച്ച് വിപ്ലവകാരികൾ തന്നെ കൊന്നു. ഇനി അടുത്ത് പറയുന്നു റോബസ്പിയറുടെ ഭീകരവാഴ്ചക്കാലം. ഞാൻ പറഞ്ഞു 1792 മുതൽ നമ്മുടെ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി അഥവാ പാർലമെന്റ് ആണ് അധികാരം വിനിയോഗിക്കുക. ആ സമയത്ത് മധ്യവർഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാക്കോബിൻ ക്ലബിന്റെ നേതാവായ റോബസ്പിയറെ അധികാരത്തിലേക്ക് നമ്മുടെ ദേശീയ അസംബ്ലി ക്ഷണിച്ചു. കാരണം അവരെ സംബന്ധിച്ചിട്ട് ദേശീയ അസംബ്ലിയിലുള്ള സാധാരണക്കാരെ ജനങ്ങളാണ്. അവരെക്കാളും വിദ്യാഭ്യാസം കൂടിയ ആളാണ് ആര്? റോബസ്പിയർ. കാരണം ജാക്കോബിൻ ക്ലബ് എന്ന് പറയുന്നത് ബുദ്ധിജീവികളുടെ കൂട്ടായ്മ എന്നാണ് പറയുക. വിദ്യാഭ്യാസമുള്ളവരുടെ കൂട്ടായ്മയാണ്. അങ്ങനെ റോബസ്പിയർ അധികാരം ഏറ്റെടുത്തു. റോബസ്പിയർ അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ ദേശീയ അസംബ്ലി അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ പതിയെ പതിയെ അധികാരം അദ്ദേഹത്തെ മത്ത് പിടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പതിയെ പതിയെ അദ്ദേഹം ഏകാധിപത്യത്തിലേക്ക് ചുവട് മാറ്റി. 1793 ജൂലൈ മാസം ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയിൽ നേതൃത്വം വഹിച്ചത് റോബസ്പിയർ ആണെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാനായി മറ്റു രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് മിറാബോയും 2 ടാൻഡനും. ഒന്ന് മിറാബോയും 2 ടാൻഡനും. റോബസ്പിയറുടെ ഈ പൊതുസുരക്ഷാ കമ്മിറ്റി അദ്ദേഹത്തിന് ശത്രുക്കളെന്ന് തോന്നിയ അതാണ് വാക്ക്. അദ്ദേഹത്തിന് ശത്രുക്കളെന്ന് തോന്നിയ, അദ്ദേഹത്തിന്റെ ഭരണത്തെ വെല്ലുവിളിക്കുമെന്ന് തോന്നിയ, അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനം ആരെങ്കിലും എന്താണ് അപായപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ കവർന്നെടുക്കുമെന്നോ തോന്നിയ എല്ലാവരെയും അദ്ദേഹം ഗില്ലറ്റിന് ഉപയോഗിച്ച് കൊന്നൊടുക്കി. അതില് വിപ്ലവകാരികളുണ്ടായിരുന്നു, വിപ്ലവത്തെ എതിർക്കുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു, രാജകുടുംബാംഗങ്ങളുണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, മധ്യവർഗത്തിലെ വിദ്യാസമ്പന്നരായ ബുദ്ധിജീവികളും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ റോബസ്പിയർ ആദ്യം റിപ്പബ്ലിക് ആവശ്യപ്പെട്ട വിദ്യാസമ്പന്നനായ മധ്യവർഗമായിരുന്നു. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ അധികാരത്തിന്റെ മത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ഭരണരീതി മാറ്റുകയാണ്. ശത്രുക്കളൊന്നും അദ്ദേഹത്തിനൊന്നും എല്ലാവരെയും കൊന്നൊടുക്കി. അത് യഥാർത്ഥ ശത്രുക്കൾ പോലും അല്ല. സാധാരണക്കാരായ തേർഡ് എസ്റ്റേറ്റിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും ഉണ്ട്. അദ്ദേഹത്തെ എതിർത്ത് എല്ലാവരെയും എന്ത് ചെയ്തു? കൊന്നൊടുക്കി. അങ്ങനെ അപ്പോ വിപ്ലവകാരികളും ഉണ്ടായിരിക്കും. ഇതിനേക്കാളും വലിയ ആൾക്കാരെ അല്ലെ പ്രഭുക്കന്മാരെ കീഴടക്കിയവരാണ് ജനങ്ങള്. 1794 ജൂലൈ മാസം 20 ഏകദേശം ഒരു വർഷക്കാലം റോബസ്പിയറുടെ ഭീകരവാഴ്ചക്കാലമായിരുന്നു. 1794 ജൂലൈ 20 റോബസ്പിയറിനെ വിപ്ലവകാരികൾ ഗില്ലറ്റിന് വിധേയമാക്കി വധിച്ചു. അതോടുകൂടി റോബസ്പിയറുടെ ഭീകരവാഴ്ചക്കാലം അവസാനിച്ചു. വീണ്ടും ദേശീയ അസംബ്ലി പ്രത്യേകിച്ച് ഒരു നേതാവില്ലാതെ അധികാരം കൈയാളുകയാണ്. അങ്ങനെ റോബസ്പിയറുടെ വധത്തിന് ശേഷം അല്ലെങ്കിൽ റോബസ്പിയറുടെ മരണശേഷം
വീണ്ടും ദേശീയ അസംബ്ലി അധികാരമേറ്റെടുക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു നേതാവ് അവിടെ ഉയർന്നു വന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെയാണ് ഭരിക്കാൻ ആരുമില്ലാതിരുന്ന സാഹചര്യത്തില് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് 1799 അധികാരം ഏറ്റെടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് വിപ്ലവം നയിച്ചത്. അവർക്ക് ഭരണം നടത്തണം എന്നൊരു കാഴ്ചപ്പാടില്ല. തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ടേ മതി. അതുകൊണ്ട് അവര് രാജവാഴ്ചയ്ക്ക് പകരം ഒരു അധികാരിയായി മാറുവാനോ, അല്ലെങ്കിൽ രാജവാഴ്ചയ്ക്ക് പകരം ഒരു രാഷ്ട്രീയ നേതാവായി മാറുവാനോ അവര് താല്പര്യപ്പെട്ടിരുന്നില്ല. അത് തന്നെയാണ് ഫ്രാൻസില് പിൽക്കാലത്ത് റോബസ്പിയറുടെ ഭീകരവാഴ്ച ഉണ്ടാകുവാനുള്ള സാഹചര്യം ഒരുക്കിയത്. അതേ തുടർന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വരുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഫ്രാൻസിന്റെ കിരീടം അവകാശികളില്ലാതെ ഇരിക്കുകയായിരുന്നു. ഞാനതെടുത്തു. അത്രമാത്രം. ഓക്കെ. ക്ലിയർ ആണേ. അപ്പൊ റോബസ്പിയർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആരാണ്? വിപ്ലവ കാലഘട്ടത്ത് തേർഡ് എസ്റ്റേറ്റിന്റെ കൂടെ നിന്ന ഒരു വിപ്ലവകാരിയാണെന്ന് കണക്കാക്കാം. പക്ഷേ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹം ഒളിവിൽ പോയപ്പോ പകരം ദേശീയ അസംബ്ലിയുടെ ആവശ്യപ്രകാരം അധികാരം ഏറ്റെടുത്തു. അധികാരം ഏറ്റെടുത്തതിന് ശേഷം പതിയെ പതിയെ പുള്ളി എന്ത് ചെയ്തു മാറി? ഏകാധിപത്യവാദിയായിട്ട് മാറി. ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. തന്നെ എതിർത്ത എല്ലാവരെയും, അത് പാർലമെന്റ് അംഗങ്ങളായിക്കോട്ടെ, അത് ദേശീയ അസംബ്ലി അംഗങ്ങളായിക്കോട്ടെ, സാധാരണ ജനങ്ങളായിക്കോട്ടെ, പുരോഹിതന്മാരായിക്കോട്ടെ, പ്രഭുക്കന്മാരെ എല്ലാവരെയും കൊന്നു തുടങ്ങി. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ഗഡ്. ഇനി അടുത്ത നമ്മൾ പറയുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന്? ഫ്രാൻസിൽ നിന്ന് തന്നെ. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ദേശീയത എന്ന് പറയുമ്പോൾ എന്താ? ആ ഫ്രാൻസ് എന്ന ഏകീകൃത രാജ്യത്തിന്റെ ആവശ്യം. അവിടെ കേവലം ഫസ്റ്റ് എസ്റ്റേറ്റിന്റെ എന്നോ സെക്കൻഡ് എസ്റ്റേറ്റിന്റെ എന്നോ തേർഡ് എസ്റ്റേറ്റിന്റെ എന്നോ അല്ല. എല്ലാ ജനങ്ങളും തുല്യരാണ്. എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരു ഏകീകൃതമായ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് പ്രവർത്തിച്ചു തുടങ്ങി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയതും എന്ത് തന്നെ ഫ്രഞ്ച് വിപ്ലവം തന്നെ. ജനകീയ പരമാധികാരം മധ്യവർഗത്തിന്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കി. ഞാൻ പറഞ്ഞു മധ്യവർഗമാണ് യഥാർത്ഥത്തിൽ ആര്? തേർഡ് എസ്റ്റേറ്റില് വിദ്യാസമ്പന്നരായ, മെച്ചപ്പെട്ട ജോലി ചെയ്യുന്ന, മെച്ചപ്പെട്ട സമ്പത്തുള്ള ആൾക്കാരെയാണ് മധ്യവർഗം എന്ന് വിളിക്കുക. ആ മധ്യവർഗത്തിന്റെ വളർച്ചയെ മറ്റു രാജ്യങ്ങളിലും ഏറെ സഹായിച്ചത് ഫ്രഞ്ച് വിപ്ലവം തന്നെ. മറ്റുള്ള ഭൂപ്രദേശത്തുള്ളവരും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടുവാനും, അതിലൂടെ മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാനും, അതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും എന്ത് ചെയ്തു? ഈ ഫ്രഞ്ച് വിപ്ലവം പ്രേരണ നൽകി. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യക്തമായി തന്നെ പറയണം. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയത്തിന്റെ പ്രചരണം. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചു. നമ്മൾ പറഞ്ഞു ഫ്യൂഡൽ വ്യവസ്ഥിതി അന്ത്യം കുറിച്ചു. യൂറോപ്പിലെന്നാ നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ഫ്രാൻസിലെ ഫ്യൂഡൽ വ്യവസ്ഥിതി അവസാനിച്ചു എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു. ഫ്രാൻസിലെ ഫ്യൂഡൽ വ്യവസ്ഥിതി അവസാനിച്ചപ്പോൾ ഇതേ മാർഗം പിന്തുടർന്നുകൊണ്ട് ഫ്രാൻസിന്റെ പല കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഫ്യൂഡൽ വ്യവസ്ഥിതി അവസാനിപ്പിച്ചു. ഇവിടെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമെന്ന രീതിയിൽ പറയുന്നത് യൂറോപ്പിലെ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചു. സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി. കാരണം സ്വേച്ഛാധിപത്യ അധികാരം നടത്തുന്ന ഏതൊരു ഭരണാധികാരി ആയിക്കോട്ടെ, അത് രാജാവായിക്കോട്ടെ, അല്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രതിനിധി ആയിക്കോട്ടെ, അവർക്കെതിരെ ജനങ്ങൾ സംഘടിക്കാൻ തീരുമാനിച്ചു. സംഘടിതമായ പ്രക്ഷോഭം ആരംഭിച്ചു. അത് സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി. രാജ്യമെന്നാൽ പ്രദേശമല്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളാണ് എന്ന ആശയം പ്രചരിക്കപ്പെട്ടു. പിൽക്കാലത്തുണ്ടായ യൂറോപ്പിലെ അല്ലെങ്കിൽ മറ്റ് ഏഷ്യ വൻകരയിൽ ഉൾപ്പെടെ വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നത് ഈ ഫ്രഞ്ച് വിപ്ലവം തന്നെ. സാധാരണക്കാരായ ജനങ്ങൾ, അക്ഷരാഭ്യാസം പോലുമില്ലാത്ത വളരെ താഴ്ന്നക്കിടയിലുള്ള സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള ജനങ്ങൾ നേരിട്ട വിപ്ലവം. ആ ജനങ്ങളെ സഹായിക്കാൻ വിദേശ രാജ്യങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നേരിട്ട് നിർത്തുക. പിൽക്കാലത്തുണ്ടായ വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നു എന്ന് പറയുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരാണെങ്കിലും അവരെ സഹായിക്കാൻ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രബല രാജ്യങ്ങൾ ഉണ്ടായിരുന്നു.
സൈനിക സാമ്പത്തിക സഹായം നൽകാൻ. ഇവിടെ ഫ്രഞ്ച് ജനതയെ സാമ്പത്തികമായോ സൈനികപരമായോ ആയുധപരമായോ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. അവരിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദാരിദ്ര്യത്തെ അതിജീവിച്ചുകൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുക. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പൊ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി മാറി രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന ആശയം പ്രചരിപ്പിച്ചു. പിൽക്കാലത്തുണ്ടായ വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നതും ഫ്രഞ്ച് വിപ്ലവം തന്നെ. ഇപ്പൊ പറഞ്ഞ 2 സ്ലൈഡിലുള്ള കാര്യങ്ങൾ കാണാതെയൊന്നും പഠിക്കണ്ട. PS സ്റ്റേറ്റ്മെന്റായിട്ട് തരും. അത് ഒന്ന് 2 തവണ വായിച്ചു വെച്ചാൽ മനസ്സിൽ നിന്നോളും. കേട്ടോ? ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ഇന്നത്തെ കാര്യങ്ങൾ പൂർണ്ണമായി റിവിഷൻ ചെയ്തുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം എന്തൊക്കെ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചു. സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി മാറി. രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന ആശയം പ്രചരിച്ചു. പിൽക്കാലത്തുണ്ടായ വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നത് എന്ത് തന്നെയായിരുന്നു? ഫ്രഞ്ച് വിപ്ലവം തന്നെയായിരുന്നു. സെറ്റാണേ. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്യാം. ഇന്ന് ഏറ്റവും ആദ്യം പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ബാസ്റ്റൽജിയിൽ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചതായിട്ട് പറയുക. എന്നാൽ 1789 ജൂലൈ 14 അതേ തുടർന്നുണ്ടായ സംഭവമാണ് നമ്മൾ പഠിക്കുക. മനുഷ്യാവകാശ പ്രഖ്യാപനം. തേർഡ് എസ്റ്റേറ്റ് ആണ് തങ്ങളാണ് യഥാർത്ഥ ദേശീയ അസംബ്ലിയിൽ നിന്ന് പ്രഖ്യാപിച്ചത് അല്ലേ? എന്തില്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയില്. അതുകൊണ്ട് തന്നെ ഇവിടെ ദേശീയ അസംബ്ലി എന്ന് ഉദ്ദേശിക്കുന്ന എപ്പോഴും ആരാണ്? തേർഡ് എസ്റ്റേറ്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കാം. 1789 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. റൂസോ എന്ന ചിന്തകന്റെ, റൂസോയെ നമ്മൾ എന്താ വിളിക്കുക? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ അല്ലെ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് കണക്കാക്കുന്ന റൂസോയുടെ ആശയങ്ങളാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ഉൾക്കൊള്ളിച്ചു. കാണാതെ പഠിക്കരുത്, വായിച്ചു വെക്കുക. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അഥവാ അടിസ്ഥാന നിയമാവലിയിൽ 17 വകുപ്പുകൾ ഉണ്ടായിരുന്നു. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളുടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യം. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. സമൂഹത്തിന്, രാഷ്ട്രത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥർക്കോ ഭരണാധികാരിക്കോ പ്രത്യേകിച്ച് അധികാരമില്ല എന്നർത്ഥം. ആ പദവി കൃത്യമായിട്ട് നിർവഹിക്കുക, അത് മാത്രമാണ് ആ പരമാധികാരിയുടെ ചുമതല. അല്ലാതെ താനാണ് രാഷ്ട്രം എന്ന് പറയാൻ പാടില്ല, താനാണ് അധികാരി എന്ന് പറയാൻ പാടില്ല. താൽക്കാലികമായി ആ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മാത്രമാണ്, ആ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തിയാണ് രാജാവോ മറ്റുദ്യോഗസ്ഥരോ ഒക്കെ. ക്ലിയർ? സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കുവാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ, അല്ലാതെ സമൂഹത്തെ ദ്രോഹിക്കാനല്ല. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ, ഏകരൂപമായ ഭരണവ്യവസ്ഥ, ഭരണഘടന വിധേയമായ രാജവാഴ്ച, ക്രൈസ്തവ സഭ പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലായി മാറി. അതുവരെ പുരോഹിതന്മാരാണ് ഭരണം നിയന്ത്രിച്ചത് അല്ലെ? വിപ്ലവാനന്തരം തിരികെ പുരോഹിതന്മാരെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. സഭയുടെ പുസ്തകത്ത് ദേശസൽക്കരിച്ചു. കാരണം പുരോഹിതന്മാർ ഒട്ടനവധി സ്വത്ത് കൈവശം വെച്ചിരിക്കുകയായിരുന്നു അല്ലെ? എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി. അത് രാജകുടുംബമായിക്കോട്ടെ, പ്രഭുകുടുംബമായിക്കോട്ടെ, സാധാരണ ജനങ്ങളായിക്കോട്ടെ, ഇനി മധ്യവർഗമായ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, വിദ്യാസമ്പന്നരായ ബുദ്ധിജീവികളായിക്കോട്ടെ, തത്വചിന്തരാകട്ടെ, ആരായാലും എല്ലാവർക്കും തുല്യനീതി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി. ഫ്രാൻസിൽ ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു. 1789 ഒക്ടോബർ മാസം പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വെഴ്സായ് കൊട്ടാരത്തിലേക്ക്. വെഴ്സായ് കൊട്ടാരം എന്ന് പറയുന്നത് എന്താണ്? ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമാണ് വെഴ്സായ് കൊട്ടാരം. വെഴ്സായ് കൊട്ടാരത്തിൽ പ്രകടനം നടത്തി. അവിടെയാണ് ആരുള്ളത്? രാജാവ്. ഏത് രാജാവ്? ലൂയി 16 ഭാര്യ അന്റോണിയറ്റ്. ഈ അവസരത്തിലാണ് അന്റോണിയറ്റ് എന്ത് പറഞ്ഞത്? റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ? അത് വിപ്ലവകാരികളുടെ മനസ്സുടച്ചു എന്ന് വേണം പറയാം. അതാണ് പിൽക്കാലത്തുണ്ടായ സെപ്റ്റംബർ കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഓക്കെ, രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമായിരുന്നു ജാക്കോബിയൻ ക്ലബ്ബ്. ജാക്കോബിയൻ ക്ലബിന്റെ നേതാവായിരുന്നു റോബസ്പിയർ. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തിൽപ്പെട്ട വിദ്യാസമ്പന്നരടങ്ങിയ ജാക്കോബിയൻ ക്ലബ്ബ് അല്ലെങ്കിൽ റോബസ്പിയറെ ദേശീയ അസംബ്ലി ഭരണാധികാരിയായി സ്വീകരിക്കുകയാണ്. കാരണം തേർഡ് എസ്റ്റേറ്റ് ദേശീയ അസംബ്ലി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അതിൽ തന്നെ മധ്യവർഗം വിദ്യാസമ്പന്നരാണ്. അവർ നല്ല രീതിയിൽ ജനങ്ങളെ ഭരിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അധികാരം റോബസ്പിയറിൽ എത്തിക്കുന്നത് അല്ലെ? 1792 സെപ്റ്റംബർ മാസം 5-ാം തീയതി വിപ്ലവ വിരുദ്ധരെയും പ്രമുഖരെയും വിപ്ലവകാരികൾ കൊന്നൊടുക്കി. ഇതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. മറ്റു ചിലർ അവിടെ നിന്ന് പലായനം ചെയ്തു.
ഈവൻ നമ്മുടെ ലൂയി 16 ഉൾപ്പെടെ പലായനം ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുപേര് പിന്നെ വിപ്ലവത്തെ എതിർക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങി. 1792 ഈ സെപ്റ്റംബർ കൂട്ടങ്ങൾക്ക് ശേഷം പുതിയ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് എന്നാന്ന് ചോദിച്ചാൽ വർഷം മറക്കരുത്, ഏത് വർഷമാണ്? 1792. 1793 ജനുവരി 21 ലൂയി 16 കുടുംബത്തെയും ഗില്ലറ്റിന് വിധേയമാക്കി വധിച്ചു. രാജാവ് തന്നെ ആരംഭിച്ച ഒരു മെഷീനറി ആയിരുന്നു ഗില്ലറ്റിൻ. ആ ഗില്ലറ്റിൻ ഉപയോഗിച്ചുകൊണ്ടാണ് വിപ്ലവകാരികളെ കൊന്നൊടുക്കിയത്. തിരികെ ലൂയി 16 ഭാര്യ അന്റോണിയറ്റിനെയും മറ്റു കുടുംബാംഗങ്ങളെയും വിപ്ലവകാരികൾ ഗില്ലറ്റിന് വിധേയമാക്കി വധിച്ചു. റോബസ്പിയർ അതിനുശേഷമാണ് അധികാരം ഏറ്റെടുക്കുക. 1793 ജൂലൈ മാസം ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ അസംബ്ലിയുടെ നിർദ്ദേശപ്രകാരം റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. റോബസ്പിയറെ സഹായിക്കാൻ മറ്റു 2 ഉദ്യോഗസ്ഥരെ കൂടെ നിയമിച്ചു. ആരൊക്കെ? മിറാബോ, ഡാന്റൻ എന്നിവർ. അധികാരത്തിന്റെ ഒരു സ്വാധീനമായിരിക്കാം റോബസ്പിയറെ ഏകാധിപത്യത്തിലേക്ക് നയിച്ചു. അത് കാരണം തന്നെ എതിർത്ത, തന്നോട് ശത്രുത ഉണ്ടെന്ന് തോന്നിയ എല്ലാവരെയും റോബസ്പിയറിന്റെ ഉത്തരവനുസരിച്ച് കൊന്നൊടുക്കി. അത് വിപ്ലവകാരികളായിക്കോട്ടെ, പ്രഭുകുടുംബാംഗങ്ങളുടെ പുരോഹിതന്മാർ ആരും ആയിക്കോട്ടെ. അങ്ങനെ സ്വാഭാവികമായിട്ടും റോബസ്പിയറുടെ ഏകാധിപത്യ ഭരണം ഫ്രാൻസിൽ ഒരു ഭീകരവാഴ്ച തന്നെയായിരുന്നു. ഒടുവിൽ വിപ്ലവകാരികൾ നേരത്തെ രാജാവിനെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കിയവരാണ്. പിന്നെയാണോ റോബസ്പിയർ, അല്ലെ? 1794 ജൂലൈ 20 റോബസ്പിയറിനെയും വിപ്ലവകാരികൾ ഗില്ലറ്റിന് വിധേയമായി വധിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയത്തിന്റെ പ്രചരണമുണ്ടായി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ജനകീയ പരമാധികാരം എന്ന ആശയം മാനവരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. മധ്യവർഗത്തിന്റെ വളർച്ചയെ ഏറെ സഹായിച്ചതും ഫ്രഞ്ച് വിപ്ലവം തന്നെ. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചു. യൂറോപ്പിലെ ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയായി. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന ആശയം പ്രചരിച്ചു. പിൽക്കാലത്തുണ്ടായ വിപ്ലവങ്ങൾക്കെല്ലാം ആവേശം പകർന്നത് സാധാരണക്കാരായ ജനങ്ങള് അധികാര കൈമാറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ അധികാര മാറ്റത്തിന് വേണ്ടി നയിച്ച ഫ്രഞ്ച് വിപ്ലവം തന്നെയായിരുന്നു. മറ്റാരുടെയും സഹായമില്ലാതെ കൊടിയ ദാരിദ്ര്യത്തിലും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലും നേടിയെടുത്ത വിപ്ലവ വിജയം, അല്ലെ? യെസ്. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിക്കുക. ഇനി നമുക്ക് ഫ്രഞ്ച് ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് പഠിക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച്. അപ്പോൾ ഇത്രയും, ഇതോടുകൂടി നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം അവസാനിച്ചു കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം പൂർണ്ണമായിട്ട് അവസാനിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ബോണപ്പാർട്ട് അധികാരത്തിൽ വന്നു. എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് അദ്ദേഹത്തിന് അധികാരം നഷ്ടമാകുക തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിച്ചുറപ്പിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.